ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ കംപ്ലൈൻ്റ് ആയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ കംപ്ലൈൻ്റ് ആവുക എന്ന് പറയുന്നത് പല രീതിയിലാണ് നമ്മുടെ മൊബൈൽ കംപ്ലൈൻ്റ് ആവുന്നത്. അത് ഒന്നാമത്തെ രീതി തൊട്ട് തന്നെ നമുക്ക് പറയാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഫോൺ പൂർണ്ണമായിട്ടും ഇങ്ങനെയായിരിക്കും കാണുക, യാതൊരുവിധ റെസ്പോൺസും കാണുന്നില്ല, സ്ക്രീനിൽ യാതൊന്നും തന്നെ കാണുകയുമില്ല. നമ്മൾ പവർ ബട്ടൺ എത്ര ലോങ് പ്രസ് ചെയ്ത് വെച്ചാലും യാതൊരു റിയാക്ഷനും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം അവസ്ഥയെ പറയുന്നത് ഡെഡ് ഫോൺ എന്നാണ് പറയുന്നത്. അതായത് ഫോൺ പൂർണ്ണമായിട്ടും ചത്തു എന്നുള്ള രീതിയിലാണ്, ഡെഡ് ഫോൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത്തരം ഫോണുകൾ നമുക്ക് പ്രോബ്ലംസുകൾ പ്രധാനമായും വരുന്നത് ചിലപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടണിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വരും. അതുപോലെ തന്നെ ബാറ്ററി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വരും. അതുപോലെ തന്നെ ഫോണിൻ്റെ ഇൻറ്റേർണൽ പരമായിട്ടുള്ള ബോർഡിലോ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ ഇൻറ്റേർണൽ പരമായിട്ട് പല പ്രോബ്ലംസുകൾ കൊണ്ടും ഇതേപോലെ ഫോൺ ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരം ഡെഡായ ഫോണുകൾ നമുക്ക് ഈ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണെങ്കിൽ ഏകദേശം 50% ചെറിയ ചെറിയ പ്രോബ്ലംസ് കൊണ്ടും വരും, 50% വലിയ വലിയ പ്രോബ്ലംസ് കൊണ്ടും വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുവാൻ, ഡെഡ് ഫോണുകൾ റെഡിയാക്കി എടുക്കാൻ എളുപ്പമാണ് എങ്കിലും ചിലപ്പോൾ നമ്മുടെ ഫോൺ റെഡിയാക്കാൻ സാധിക്കാത്ത വിധം പൂർണ്ണമായിട്ടും നമുക്ക് വലിച്ചെറിഞ്ഞ് കളയേണ്ട അവസ്ഥ വരും. കാരണം ഡെഡ് ഫോൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യപരമായിട്ട് പല കമ്പോണൻസുകൾ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കാതെ വരും എന്നുള്ളതാണ്. ചിലപ്പോൾ റിപ്പയർ ചെയ്തെടുത്താൽ പോലും അതിൽ വരുന്ന കമ്പോണൻസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പണി ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു പുതിയ ഫോൺ വാങ്ങുന്നതിൻ്റെ ഏകദേശം 3/4% വില നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡെഡ് ഫോണുകൾ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് അല്ലാതെ ബോർഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നാണ് ഫോൺ ഡെഡ് ആകുന്നത് എങ്കിൽ റിപ്പയർ ചെയ്തെടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൊബൈലിൻ്റെ സ്ക്രീനിൽ ഒരു ലോഗോ മാത്രം തെളിഞ്ഞു വരും എന്നുള്ളതാണ്. ആ ലോഗിൽ നമ്മൾ ഫോൺ സ്റ്റക്കായിട്ട് നിൽക്കും. അതായത് നമ്മൾ ഫോൺ പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോഗോ, ഒരു സാംസങ്ങിൻ്റെ ഫോൺ ആണെങ്കിൽ സാംസങ് എന്ന് പറയുന്ന ഒരു ലോഗോ കാണാൻ സാധിക്കും. ലെനോവയുടെ ആണെങ്കിൽ ലെനോവോ എന്ന് പറയുന്ന ലോഗോ കാണാൻ സാധിക്കും. MI ആണെങ്കിൽ MI. ഏത് കമ്പനിയുടെ ഫോണാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ആ ഒരു കമ്പനിയുടെ പേര് മാത്രം ഇവിടെ തെളിഞ്ഞു വരും. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ആ തെളിഞ്ഞു വരും. പിന്നെ ഫോൺ ഓൺ ആവത്തില്ല. ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന അവസ്ഥ, അതിനെ പറയുന്ന പേരാണ് ബൂട്ട് ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഫോൺ ബൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ആ ബൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഫോൺ ബൂട്ട് ലോഡറിലേക്ക് പോവുകയോ ബൂട്ട് ലോഡർ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനെ ലോഡ് ചെയ്ത് ഓൺ ആക്കുകയോ ചെയ്യുകയില്ല. ആ ഒരു ബൂട്ടിംഗ് കണ്ടീഷനിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതായത് ഫോണിൻ്റെ ബൂട്ടിംഗ് ഫയലിലോ സോഫ്റ്റ്വെയറിലോ ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് ഈ ഒരു ബൂട്ട് ലൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഫോണിൻ്റെ ലോഗോ മാത്രമായിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഈ ബൂട്ട് ലൂപ്പ് വളരെ അനായാസം റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ 90% നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ കൊണ്ടാണ് ഈ ഒരു ബൂട്ട് ലൂപ്പ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഈ ഒരു ബൂട്ട് ലൂപ്പ് എന്നൊരു അവസ്ഥ നമുക്ക് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഒന്ന് ചെയ്താൽ മതി. ഏകദേശം ഷോപ്പിൽ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 500 രൂപയ്ക്കകത്ത് മാത്രമേ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ, ഏതൊരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്യുന്നതിനായിട്ട് ഏകദേശം ഉള്ള ഫോണുകളൊക്കെ ഒരു ആവറേജ് ഒരു 500 രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും ഇങ്ങനെ ബൂട്ട് ലൂപ്പ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അത് നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ശരിയാക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഓണാകും, പൂർണ്ണമായിട്ടൊക്കെ ഓണാകും. പക്ഷേ ഓണായി കഴിഞ്ഞിട്ടായിരിക്കും പല പ്രോബ്ലംസുകൾ വരുന്നത്. അതായത് ഫോണിൻ്റെ ക്യാമറ വർക്ക് ആവാതിരിക, ഫയൽ മാനേജർ ഓപ്പൺ ആക്കാൻ സാധിക്കാതെ വരിക, ഫോൺ ഹീറ്റ് ആവുക, ലാഗ് ആവുക, ഹാങ് ആവുക, സ്പീഡ് കുറയുക, ഇൻ്റർനെറ്റ് കിട്ടാതെ വരിക, നെറ്റ്വർക്ക് പ്രോബ്ലംസ് വരിക, അങ്ങനെ പല പ്രോബ്ലംസ്. ഫോൺ ഓൺ ആകും, പക്ഷേ പല പ്രോബ്ലംസുകളിൽ ഉണ്ട് എങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പ്, പലപ്പോഴും നമ്മുടെ മൊബൈൽ പല പ്രോബ്ലംസുകൾ വരുമ്പോൾ നമ്മൾ ഓടി ഷോപ്പിലാണ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഷോപ്പിൽ കൊടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് തന്നെ ശരിയാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതല്ലേ, അല്ലേ, ശരിയല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ഫോണൊന്ന് ഓണാക്കി നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസുകൾ മാറുന്നതായിരിക്കും എന്നുള്ളത്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാക്കുമ്പോഴത്തേക്കും ബൂട്ടിംഗ് ഒക്കെ നടന്ന് നമ്മുടെ ഫോണിന് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകളൊക്കെ ക്ലോസ് ആയിട്ട് ഫോൺ ഫ്രഷ് ആയിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ആ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് മാറും. എന്നിട്ടും പ്രോബ്ലംസ് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വല്ലതും കമ്പനിക്കാർ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മൊബൈലിലെ പല പ്രോബ്ലംസുകളും മാറാൻ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, പ്രോബ്ലംസ് ഏകദേശം മാറാനുള്ള ചാൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കണ്ടില്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോൺ പൂർണ്ണമായിട്ടും റീസെറ്റ് ചെയ്യുക.
ഫോൺ പൂർണ്ണമായിട്ടും റീസെറ്റ് ചെയ്യുന്നതിന് കുറച്ച് പ്രോബ്ലംസുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പഴയ ഫയലുകൾ, നിങ്ങളുടെ ഫോണിൽ അടങ്ങിയിട്ടുള്ള ഫയലുകളെല്ലാം നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് ഏകദേശമുള്ള വീഡിയോസുകൾ, അതായത് ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. ആ വീഡിയോ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ഫയലുകൾ, സോഫ്റ്റ്വെയറിൻ്റെ ഏകദേശം എല്ലാ ഫയലുകളാണല്ലോ, ആ ഫയലുകളെല്ലാം തന്നെ ഒന്ന് റീസെറ്റ് ആകും എന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ ഫയലുകൾ റീസെറ്റ് ആകും, അതുപോലെ തന്നെ സിസ്റ്റം ഫയലുകൾ റീസെറ്റ് ആകും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ എല്ലാം തന്നെ ഡീഫാൾട്ടായി വരും എന്നുള്ളതാണ്. ഒരു പുതിയൊരു ഫോൺ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങി ഓണാക്കുമ്പോൾ എങ്ങനെയിരിക്കും അതുപോലെയായിരിക്കും നിങ്ങളുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ സോഫ്റ്റ്വെയർ പൂർണ്ണമായിട്ടും റീസെറ്റ് ആവുന്നതോടുകൂടി ചെറിയ ചെറിയ പ്രോബ്ലംസുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റീസെറ്റിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. എന്നിട്ടും നിങ്ങളുടെ പ്രോബ്ലംസ് മാറിയില്ലെങ്കിൽ മാത്രം ഷോപ്പിൽ കൂടി ചെക്ക് ചെയ്യുക. വേറെ എന്തെങ്കിലും ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകളോ ഇന്ത്യൻപരമായിട്ടുള്ള ചില പ്രോബ്ലംസുകളൊക്കെ ആവാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.